വസന്ത് സിറിയക്, ഞാൻ ആദ്യം തന്നെ താങ്കളിലേക്ക് വരികയാണ്. പ്രതിപക്ഷമാണ് ഇന്ന് സഭാ നടപടികൾ നിർത്തിവെച്ച് ഈ വിഷയം, ഷഹബാസിൻ്റെ കൊലപാതകം, അതിനോടനുബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഉപക്ഷേപം കൊണ്ടുവന്നത്. ചർച്ചയ്ക്ക് ശേഷം, മുഖ്യമന്ത്രിയുടെ മറുപടിക്ക് ശേഷം പലപ്പോഴും നമ്മൾ കാണാറുണ്ട്, ആ മറുപടി അസ്വീകാര്യമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുന്നൊരു പ്രതിപക്ഷത്തെ കാണാറുണ്ട്. ഇന്ന് അങ്ങനെയല്ല കണ്ടത്. ആ ഉപക്ഷേപം പിൻവലിച്ചുകൊണ്ട് സഭാ നടപടികൾ തുടരാൻ അനുവദിക്കുന്നൊരു പ്രതിപക്ഷത്തെയാണ് കണ്ടത്. പ്രതിപക്ഷം ഒരു കാതലായ പ്രശ്നം അതിൻ്റെ സമഗ്രതയോടുകൂടി നിയമസഭയിൽ അവതരിപ്പിച്ചു. അതിൻ്റെ സഫലമായ അന്ത്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്ന ഒരു സംതൃപ്തി പ്രതിപക്ഷത്തിനുണ്ടോ? പ്രതിപക്ഷത്തിൻ്റെ ഈ മനോഭാവം ഈ രാത്രിയിൽ എങ്ങനെയാണ് വസന്ത് സിറിയക്, പ്രതിപക്ഷത്തിൻ്റെ വക്താവ് എന്നതിലേക്ക് ഇവിടെ അടയാളപ്പെടുത്തുക? അല്ല, നോക്കൂ, ഞങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ആക്ഷേപങ്ങൾ സർക്കാരിന്റെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നത് നിലനിൽക്കുമ്പോൾ തന്നെ ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സംസ്ഥാനത്തെ കൊച്ചുകുട്ടികൾ മുതൽ നമ്മളൊക്കെ ജെൻസി എന്ന് വിളിക്കുന്ന ഒരു സമൂഹത്തെ മുഴുവൻ, ഒരു തലമുറയെ മുഴുവൻ കാർന്നു തിന്നുന്ന ക്യാൻസർ പോലെ ബാധിക്കുന്ന ഈ ലഹരി വ്യാപനത്തിനെതിരെ പോരാടാൻ ഏതർത്ഥത്തിലും സർക്കാരിനൊപ്പം നിൽക്കാൻ പ്രതിപക്ഷം പ്രതിജ്ഞാബദ്ധമാണ്. അത് ഞങ്ങളുടെ ഏതെങ്കിലും ഔദാര്യമല്ല. അത് നാളെ നിങ്ങൾ പ്രതിപക്ഷത്തിരുന്നാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ അത് നിങ്ങളുടെയും ഔദാര്യമല്ല, മറിച്ച് അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഞങ്ങളുടെയും നിങ്ങളുടെയും നമ്മുടെ ഒന്നാകെയുള്ള ഉത്തരവാദിത്വമാണ്. കാര്യം, നാളെ ഒരു തലമുറ നമ്മുടെ മുമ്പിലേക്ക് വന്ന് നമ്മുടെ നേർക്ക് വിരൽ ചൂണ്ടിയിട്ട് നിങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ ഇത്രമാത്രം ലഹരി വ്യാപിച്ച് ഇത്രമാത്രം ലഹരിയുടെ വ്യാപനം ഉണ്ടായപ്പോൾ എന്താണ് നിങ്ങൾ ചെയ്തത്, പൊതുപ്രവർത്തകർ എന്ന നിലയിൽ എന്താണ് നിങ്ങൾ ചെയ്തത്, മാധ്യമ പ്രവർത്തകർ എന്ന നിലയിൽ എന്നൊക്കെ ചോദിക്കുമ്പോൾ അന്ന് കുറ്റബോധമില്ലാതിരിക്കണമെങ്കിൽ തീർച്ചയായും ഇപ്പോൾ ശബ്ദിക്കേണ്ട സമയമാണ്. ശബ്ദിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന ബോധ്യത്തിലാണ് ഞാൻ ഉള്ളത്. അങ്ങ് നോക്കൂ, ഇന്ന് അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ, പ്രതിപക്ഷത്തിന് വിവിധ ആക്ഷേപങ്ങൾ സർക്കാരിന്റെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുണ്ട്. കാര്യം, 2022 ഞങ്ങൾ ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. 23 അവസാനവും ഞങ്ങൾ അടിയന്തര പ്രമേയം കൊണ്ടുവന്നതാണ്. 2025 ആദ്യം അത് വീണ്ടും കൊണ്ടുവരേണ്ടി വരുന്ന ദുരവസ്ഥയെ പറ്റി ഞങ്ങൾക്ക് എതിരഭിപ്രായങ്ങളുണ്ട്. പക്ഷേ ഈ ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ സർക്കാർ മാത്രമല്ല, പ്രതിപക്ഷം മാത്രമല്ല, ഇവിടുത്തെ മാധ്യമങ്ങൾ, ഇവിടുത്തെ യുവജന സംഘടനകൾ, ഞാൻ അടങ്ങുന്ന യുവജന സംഘടനകൾ, ഇവിടുത്തെ എഴുത്തുകാർ, ഒരു സിവിൽ സൊസൈറ്റി, ഇതിനെല്ലാം വലിയ പങ്ക് വഹിക്കാനുണ്ട് എന്ന ബോധ്യം ഞങ്ങളെ സംബന്ധിച്ചിട്ട്, വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ട് തന്നെ ആ പോരാട്ടത്തിന് നമ്മൾ തുടക്കം കുറിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഒന്ന്, സിവിൽ സൊസൈറ്റിയും മാധ്യമങ്ങളും പ്രതിപക്ഷവും യുവജന സംഘടനകളും ഈ ലഹരി വിരുദ്ധ പോരാട്ടങ്ങളുമായി ഇറങ്ങുമ്പോൾ സർക്കാർ കൃത്യമായി ഇന്റലിജൻസ് സംവിധാനത്തെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇതിന്റെ കണ്ണികൾ അറുത്തുമാറ്റാൻ വേണ്ടി പോലീസ് സംവിധാനത്തെ പ്രയോജനപ്പെടുത്തണം എന്ന നിർദ്ദേശമാണ് ഞങ്ങൾക്ക് വെക്കാനുള്ളത്. ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ചർച്ചകളൊക്കെ വന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ, ഇത് ഇന്ന് നമ്മുടെ ക്രമസമാധാനത്തെ, കേരളത്തിന്റെ ക്രമസമാധാനത്തെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇത് കഴിഞ്ഞിട്ട് മറ്റൊന്നും ഇന്ന് ചർച്ച ചെയ്യാനുള്ളൂ. ഏത് വിഷയവും, കേരളത്തിൽ ഇന്ന് ചർച്ച ചെയ്യുന്ന ഏത് വിഷയവും ഇതിന് മുകളിലല്ല. കാരണം അങ്ങേക്ക് അറിയാമല്ലോ, ഇപ്പോ നമ്മൾ ഈ ചർച്ച ചെയ്യുന്നതിന് തൊട്ടു മുമ്പാണ്, എനിക്ക് തോന്നുന്നു, താമരശ്ശേരിയിൽ ജ്യേഷ്ഠൻ അനുജനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. അദ്ദേഹം ലഹരിയുടെ അടിമയിലായിരുന്നു. അതായത് ഓരോ മണിക്കൂറിലും കേരളത്തിൽ അതിദാരുണമായ ലഹരി കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള അവസ്ഥയിൽ സർക്കാരിനോടുള്ള പ്രതിപക്ഷത്തിന്റെ ആവശ്യം, നമ്മുടെ എല്ലാം ആവശ്യം, ഏറ്റവും കുറഞ്ഞത് 2 IG റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെങ്കിലും ദക്ഷിണ മേഖലയിൽ നിന്നും നോർത്തേൺ റീജിയൻ നിന്നും തിരിച്ചുകൊണ്ട് ഈ പോരാട്ടത്തിനെതിരെ ഒരു ആക്ഷൻ പ്ലാൻ രൂപീകരിക്കണം. ആക്ഷൻ പ്ലാൻ രൂപീകരിച്ചാൽ മാത്രം പോരാ, നമ്മൾ വിവിധ നാർക്കോട്ടിക് വിരുദ്ധ പദ്ധതികളെ പറ്റി കേട്ടിട്ടില്ലേ, വിവിധ ടീം സെറ്റപ്പുകളെ പറ്റി കേട്ടിട്ടില്ലേ? പോലീസിൽ നമുക്ക് ഇപ്പോഴും പൂർണ്ണ വിശ്വാസമാണുള്ളത്. കേരള പോലീസിനെ കൃത്യമായ പൊളിറ്റിക്കൽ കമാൻഡ് കിട്ടിയാൽ, കൃത്യമായ പൊളിറ്റിക്കൽ സപ്പോർട്ട് കിട്ടിയാൽ 48 മണിക്കൂർ കൊണ്ട് കെട്ടിക്കാൻ സാധിക്കും ഈ ലഹരി മാഫിയ ഇവിടെ നിന്ന് എന്നതിൽ യാതൊരു സംശയം വേണ്ട. അപ്പൊ അത്തരത്തിൽ 2 IG മാരെങ്കിലും മിനിമം റാങ്ക് ഏർപ്പെടുത്തിക്കൊണ്ട് ഒരു ഓപ്പറേഷൻ നടത്താൻ വേണ്ടി, ഒരു പൊളിറ്റിക്കൽ ആൻഡ് എന്താ പറയുന്നത്, ഒരു ലീഗൽ ഓപ്പറേഷൻ നടത്താൻ വേണ്ടി സർക്കാർ തയ്യാറാവണം. അതിന് സർക്കാർ ഉടനടി, അതിനകത്ത് ഈഗോ വെച്ച് പെരുമാറേണ്ട ആവശ്യമില്ല,
രാഷ്ട്രീയ ചിന്തകളുടെ ആവശ്യമില്ല. ഉടനടി തന്നെ അങ്ങനെ ഒരു മിനിസ്റ്റീരിയൽ ഓർഡർ, ഒരു പുതിയ ടീമിനെ പ്രഖ്യാപിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണം സർക്കാർ എന്നാണ് ഞങ്ങളുടെ ആവശ്യം. അങ്ങനെ സർക്കാർ പ്രഖ്യാപിക്കാൻ തയ്യാറായാൽ, വരും ദിവസങ്ങളിൽ 1-2 ദിവസങ്ങൾക്കുള്ളിൽ തയ്യാറായാൽ അതിനൊപ്പം പ്രതിപക്ഷവും ഉണ്ടാകും എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ. വസന്ത്, തിരിച്ചു വരാം.